അമേരിക്കൻ സർവകലാശാലകളിലേക്ക് എത്തുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ ഈ വർഷം വൻ ഇടിവ് സംഭവിച്ചിരിക്കുകയാണ്. 2025 ഓഗസ്റ്റിൽ അമേരിക്കയിലേക്ക് വന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എണ്ണം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 44% കുറഞ്ഞതായി ദ ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു. ഇത് സമീപകാല ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇടിവാണെന്നാണ് റിപ്പോർട്ട്. അമേരിക്കൻ സർവകലാശാലകളിലേക്ക് എത്തുന്ന വിദേശ വിദ്യാർത്ഥികളിൽ 1/3 ഇന്ത്യയിൽ നിന്നുള്ളവരായതിനാൽ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എണ്ണത്തിലെ കുറവ് സർവകലാശാലകളെയും അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെയും ബാധിക്കാനിടയുണ്ട്. ശാസ്ത്രം, സാങ്കേതിക വിദ്യ, എഞ്ചിനീയറിംഗ്, ഗണിതശാസ്ത്രം എന്നീ മേഖലകളിൽ ഉന്നത വിദ്യാഭ്യാസം നേടാനായി ഇന്ത്യൻ വിദ്യാർത്ഥികൾ അമേരിക്കയിലേക്ക് വൻതോതിൽ കുടിയേറിയിരുന്നു. എന്നാൽ ഈ വർഷം ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എണ്ണം 44% കുറഞ്ഞതായാണ് റിപ്പോർട്ട്. അമേരിക്കയിലേക്ക് വന്ന മൊത്തം വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണം 19% കുറഞ്ഞപ്പോൾ ഇന്ത്യക്കാരിലുണ്ടായ ഈ കുറവ് ആഗോള ശരാശരിയേക്കാൾ വളരെ കൂടുതലാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. നിലവിൽ 1.3 ദശലക്ഷത്തിലധികം വിദേശ വിദ്യാർത്ഥികൾ അമേരിക്കയിൽ പഠിക്കുന്നുണ്ട്. വിസ നടപടിക്രമങ്ങളിലെ കാലതാമസവും ഭരണപരമായ തടസ്സങ്ങളും ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എണ്ണം കുറയാനുള്ള പ്രധാന കാരണമാണ്. ഈ വർഷം മെയ് അവസാനം അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് 3 ആഴ്ചത്തേക്ക് വിദ്യാർത്ഥി വിസ അഭിമുഖങ്ങൾ നിർത്തിവെച്ചിരുന്നു. അപേക്ഷ സമർപ്പിക്കേണ്ട പ്രധാന സമയത്തായിരുന്നു സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ നടപടി. അഭിമുഖങ്ങൾ പുനരാരംഭിച്ചപ്പോൾ അപ്പോയിന്റ്മെന്റുകൾക്കായി മാസങ്ങളോളം കാത്തിരിക്കേണ്ടി വന്നു. ഇതോടെ പുതിയ അധ്യയന വർഷം ആരംഭിക്കാനിരിക്കെ പല ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കും വിസ ലഭിച്ചില്ല. ട്രംപ് ഭരണകൂടത്തിന്റെ നയങ്ങളും വിദേശ വിദ്യാർത്ഥികളുടെ വരവിൽ കൂടുതൽ അനിശ്ചിതത്വം സൃഷ്ടിച്ചു. 2025 US 19 രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് യാത്രാ വിലക്കുകളും വിസ നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തി. എല്ലാ വിദേശ അപേക്ഷകരെയും അവരുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളും കൂടുതൽ സൂക്ഷ്മമായി പരിശോധിക്കാനും തുടങ്ങി. ഇതിനു പുറമെ വിദ്യാർത്ഥികൾക്കെതിരായ ട്രംപ് ഭരണകൂടത്തിന്റെ നടപടികൾ ക്യാമ്പസുകളിലെ ആശങ്ക വർദ്ധിപ്പിച്ചു. മാർച്ച് മാസത്തിൽ പലസ്തീൻ അനുകൂല പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തതിന് പല വിദ്യാർത്ഥികളെയും തടങ്കലിലാക്കുകയും നാടുകടത്തുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. വിദേശികളായ സ്കിൽഡ് പ്രൊഫഷണലുകൾക്ക് US നൽകുന്ന H-1B വിസ ഫീസ് $1,00,000 ഉയർത്തിയത് അമേരിക്കയിൽ ജോലി തേടുന്ന വിദേശ ബിരുദധാരികൾക്ക് തിരിച്ചടിയായി. US-ൽ പഠിച്ച് H-1B വിസയിൽ ജോലി നേടാൻ ആഗ്രഹിച്ച ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കും ഫീസ് വർധന കനത്ത പ്രഹരമായി. ഇതോടെ പല ഇന്ത്യൻ വിദ്യാർത്ഥികളും മറ്റു മാർഗങ്ങൾ പരിഗണിച്ച് തുടങ്ങിയെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അതേസമയം അമേരിക്കയിലേക്ക് എത്തുന്ന വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണം കുറഞ്ഞപ്പോൾ കാനഡയിലേക്ക് എത്തുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ വർധന രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലളിതമായ വിസ നടപടിക്രമങ്ങളും തൊഴിലവസരങ്ങളുമാണ് വിദ്യാർത്ഥികളെ കാനഡയിലേക്ക് ആകർഷിച്ചത്. കാനഡയ്ക്ക് പുറമെ UK-യിലും ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. കൂടാതെ ഓസ്ട്രേലിയയും ജർമ്മനിയും വിദ്യാർത്ഥികളുടെ, പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികളുടെ ഇഷ്ടരാജ്യങ്ങളായി ഉയർന്നു വരുന്നുണ്ട്. വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണത്തിലെ ഇടിവ് ഈ അധ്യയന വർഷം അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഏകദേശം $7 ബില്യൺ നഷ്ടമുണ്ടാക്കുമെന്ന് നാഷണൽ അസോസിയേഷൻ ഫോർ ഇന്റർനാഷണൽ എഡ്യൂക്കേറ്റേഴ്സ് കണക്കാക്കുന്നുണ്ട്. US-ന്റെ അക്കാദമിക, സാങ്കേതിക മേഖലകളിൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾ നിർണായക പങ്കുവഹിച്ചിരുന്നു. സയൻസ്, എഞ്ചിനീയറിംഗ് മേഖലകളിലെ വിദേശ PhD ബിരുദധാരികളിൽ ഏകദേശം 3-4% പഠനം പൂർത്തിയാക്കിയ ശേഷം അമേരിക്കയിൽ താമസിച്ച് ജോലി ചെയ്തിരുന്നു. വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണം കുറയുന്നത് രാജ്യത്തിന്റെ ഗവേഷണ മേഖലയെയും പ്രതിഭാ സമ്പത്തിനെയും ബാധിച്ചേക്കാം.